വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരായിരം നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കിടുക്കൻ ഒരു 5 ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾ തമ്പിൽ കണ്ടതുപോലെ തന്നെ ദൈവമേ ഇതെല്ലാം PSC പരീക്ഷകൾ തന്നെ ചോദിച്ചതാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കിടിലൻ 5 ചോദ്യങ്ങൾ. 2024 മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്നൊരു പരീക്ഷ സംഘടിപ്പിക്കുകയുണ്ടായി. അവിടെ ചോദിച്ച ഒരു 5 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പം ആ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ തുടർന്നുള്ള പാർട്ടുകൾ ലഭ്യമാവാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ടിപ്സിനും ട്രിക്സിനും നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ് മക്കളെ, A 1/a എന്നിവയുടെ ശരാശരി m ആണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ A² + 1/a² എന്നിവയുടെ ശരാശരി ഏതാണ്? ചോദ്യം ഒന്നുകൂടെ, A, 1/a എന്നിവയുടെ ശരാശരി m ആണ് എങ്കിൽ താഴെ പറയുന്നവയിൽ A² + 1/a² എന്നിവയുടെ ശരാശരി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നോക്കി, ഓപ്ഷൻ ഉണ്ട് m² - 1, 2m² - 1, 3m² - 1, 4m² - 1. ഇങ്ങനെയാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയൊരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ അവർ ആ പറയുന്ന കണ്ടീഷൻസ് നമുക്ക് എഴുതി നോക്കാം. A + 1/aയുടെ ശരാശരി m ആണ്. മക്കളെ, A പ്ലസ് അല്ല, A, 1/a. എടാ, A, 1/a എന്നിവയുടെ ശരാശരി നമുക്കറിയാം. ശരാശരി കാണുന്നത് എങ്ങനെ? തുക ബൈ എണ്ണമാണ്. ശരാശരി കാണുന്നത് മക്കളെ തുക ബൈ എണ്ണമാണ്. എങ്കിൽ A 1/a ഇവയുടെ ശരാശരി എന്ന് പറയുമ്പം എങ്ങനെ എഴുതാം? A + 1/a എന്നെഴുതിക്കൂടെ? A + 1/a എന്നെഴുതാം. അപ്പം തുക എഴുതി. നമുക്കറിയാം ശരാശരി m എന്നാണ് പറയുന്നത്. അപ്പം ഇവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ഇവയുടെ തുകയായ A + 1/aയെ ഇവരുടെ എണ്ണമായ 2 കൊണ്ട് ഹരിക്കുന്നു എന്നല്ലേ? അല്ലേ? അപ്പം ഇവിടെ ശരാശരി കാണാൻ പറഞ്ഞാൽ A + 1/a / 2 തുക ബൈ എണ്ണം ചെയ്യുമ്പോഴാണ് മക്കളെ ശരാശരി കിട്ടുന്നത്. ആ ശരാശരിയാണ് അവർ പറയുന്നത് m എന്ന്. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായോ? A + 1/a / 2 തുക ബൈ എണ്ണം, അപ്പോഴാണ് ശരാശരി കിട്ടുന്നത് m. എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ A + 1/aയുടെ മാത്രം വില കണ്ടുപിടിക്കാൻ ഈ രണ്ടിനെ നമുക്ക് അപ്പുറത്തുകൊണ്ടുപോയി ഗുണിച്ചുകൂടെ? അപ്പോൾ എന്ത് വരും? A + 1/a = 2 അപ്പുറത്ത് പോകുമ്പം 2m എന്ന് വരും. 2m. ഇത്രയും ഓക്കെ ആണോ? A + 1/aയുടെ വില 2m ആണ്. A + 1/aയുടെ വില മക്കളെ 2m ആണ്. ക്ലിയർ ആണോ? A + 1/aയുടെ വില 2m ആണ്. നമുക്ക് വേണ്ടത് A² + 1/a² ശരാശരി എത്ര? A² + 1/a² ശരാശരി എത്ര എന്നാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ഇതിൻ്റെ ഒരു സ്ക്വയർ എന്ന രൂപത്തിലാണ് അത് കിടക്കുന്നത്. A + 1/a ആണിത്. അത് A², അതേപോലെ 1/a² എന്നാണത്. ഇത് A 1/a, അവിടെ A², 1/a². അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സ്ക്വയർ ആണ് ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഒരു സ്ക്വയർ കാണാം. സ്ക്വയർ കാണാൻ നിങ്ങൾ അറിയേണ്ട നമ്മുടെ ബേസ് സമവാക്യം ഇങ്ങനെയാണ്: A + b ² എല്ലാവർക്കും അറിയാം. A + b ² എന്ന് പറഞ്ഞാൽ A² + 2ab + b² അല്ലേ? A² + 2ab + b². അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് കിട്ടി. എടാ, A + 1/aയുടെ വില എന്ന് പറയുന്നത് 2m അല്ലേ? A + 1/aയുടെ വില 2m. എങ്കിൽ ഞാൻ ഇവനെ ഒന്ന് സ്ക്വയർ ചെയ്യാൻ പോവാം. ഈ തന്നിരിക്കുന്നവനെ ഒന്ന് സ്ക്വയർ ചെയ്യാൻ പോവാം. എനിക്ക് വേണ്ടതെന്താ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് വേണ്ടത് A² + 1/a² ശരാശരിയാണ്. A² അതേപോലെ 1/a² എന്നിവയുടെ ശരാശരിയാണ്. അതായത് A² 1/a² ശരാശരി കാണാൻ പറഞ്ഞാൽ A² + 1/a² / 2. ഇതല്ലേ കാണേണ്ടത്? എടാ, കാണേണ്ടത് A² 1/a² എന്നിവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ അതിൻ്റെ തുക ബൈ എണ്ണം. ഇതാണ് കാണേണ്ടത്. ഇത് മനസ്സിലായല്ലോ?
അപ്പോൾ നമുക്കിതാ ഇപ്പം ഇത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനേതാ സ്ക്വയർ ചെയ്യും. അപ്പോൾ എ പ്ലസ് 1/a എന്ന ഈ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ മക്കളെ റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യണ്ടേ? കാര്യം ഒരു സൈഡ് മാത്രമായിട്ട് ഒരിക്കലും സ്ക്വയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ RHSഉം സ്ക്വയർ ചെയ്യും. ഓക്കെ, പറ എ പ്ലസ് ബി, ഇത് എ ഇത് ബി എന്ന രൂപത്തിലാണ്. അപ്പോൾ നമുക്കറിയാം എ സ്ക്വയർ, ആദ്യം എയുടെ സ്ക്വയർ എഴുതും, പ്ലസ് 2ab എഴുതണം. 2 ഗുണം എയുടെ സ്ഥാനത്ത് ഏതെന്നാ, ഗുണം ബിയുടെ സ്ഥാനത്ത് 1/a അല്ലേ? ഓക്കെ, പ്ലസ് 2ab ആയി, പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 1/a, അപ്പോൾ 1/aയുടെ സ്ക്വയർ അല്ലേ? ശരിയാണോ? അപ്പോൾ ആദ്യം എ സ്ക്വയർ എഴുതി, പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ 1/aയുടെ സ്ക്വയറാണ്, ഈക്വൽ ടു മക്കളെ 2m സ്ക്വയർ. നമുക്കറിയാം 2ൻ്റെ സ്ക്വയർ എടുക്കണം, എമ്മിൻ്റെ സ്ക്വയർ എടുക്കണം. 2ൻ്റെ സ്ക്വയർ 4, എമ്മിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ, അങ്ങനെ എഴുതുന്നത്. നമുക്കറിയാം ദാ ഇതൊന്ന് ചെറുതാക്കുമ്പം ഈ ഒരു എയും ഈ ഒരു എയുടെ വെട്ടിക്കളയാം. പിന്നെന്ത് വരും? എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 വരും, അത് 2 തന്നെ. പ്ലസ് മക്കളെ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, താഴെ എയുടെ സ്ക്വയർ എ സ്ക്വയറാണ് അല്ലേ? ഈക്വൽ ടു 4m സ്ക്വയർ എന്ന് വരത്തില്ലേ? 4m സ്ക്വയർ എന്ന് വരും. നമുക്കതാ ഈ 2നെ പ്ലസ് 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. പ്ലസ് 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? പറ. എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ മാത്രം ഇടത് സൈഡ് വരും, ഈക്വൽ ടു മക്കളെ 4m സ്ക്വയർ ഉണ്ട്, 4m സ്ക്വയർ. പ്ലസ് 2 അപ്പുറത്ത് പോകുമ്പം -2 ആവും. ശരിയാണോ? പ്ലസ് 2 അപ്പുറത്ത് പോകുമ്പോൾ മക്കളെ -2 ആയി, പ്ലസ് 2 അപ്പുറത്ത് പോയപ്പം -2 ആയി. ഇത്രയും ക്ലിയർ ആണോ? ദാ ഇടത് സൈഡിൽ വീണ്ടും എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ എന്നങ്ങനെ തന്നെ എഴുതി, ഈക്വൽ ടു ഈ രണ്ടിടത്തു നിന്ന് നമുക്ക് 2നെ പുറത്തെടുത്തുകൂടെ? 2 ഇടത്തു നിന്നും മക്കളെ 4m സ്ക്വയറിനകത്തിൽ ഒരു 2 ഉണ്ട്, 2നകത്ത് ഒരു 2 ഉണ്ട്. 2 ഇടത്തു നിന്നും ഒരു 2നെ പുറത്തെടുക്കാം. അങ്ങനെ 2നെ പുറത്തെടുക്കുമ്പം ഇവിടുന്ന് ഒരു 2 പുറത്ത് വരുമ്പം മക്കളെ 2 പുറത്ത് വന്ന് ബ്രാക്കറ്റിനുള്ളിൽ പിന്നെ 2m സ്ക്വയർ ഉണ്ട്, 2m സ്ക്വയർ. ശരിയാണോ? കാര്യം നമുക്കറിയാം ഇതും ഇതുകൂടെ ഗുണിക്കുമ്പം തിരിച്ച് 4m സ്ക്വയർ കിട്ടണം. അപ്പോൾ 2 ഇൻറ്റു 2m സ്ക്വയർ 4m സ്ക്വയർ തന്നെ. മൈനസ് ഇവിടെ പിന്നെ ആരേ ഉള്ളൂ? അവിടെ പിന്നെ ഒരു 1 ഉള്ളൂ. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? എടാ എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 2m സ്ക്വയർ മൈനസ് 1 വരും. 2 ഇൻറ്റു 2m സ്ക്വയർ മൈനസ് 1 വരും. ശരി, ഇവിടെ ഗുണിച്ചിരിക്കുന്ന ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും മക്കളെ? എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ എന്നുണ്ട്. ഗുണിച്ചിരിക്കുന്നതിന് ഇപ്പുറത്ത് വരുമ്പം ബൈ ഹരണം ആവത്തില്ലേ? ഹരണമാകും. ഈക്വൽ ടു മക്കളെ 2m സ്ക്വയർ മൈനസ് 1 വരത്തില്ലേ? വരും. മതി, നമ്മുടെ ഉത്തരവായി. നമുക്ക് എന്തുവായിരുന്നു കണ്ടുപിടിക്കേണ്ടത് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയറിൻ്റെയും 1/a സ്ക്വയറിൻ്റെയും ശരാശരി. എടാ എ സ്ക്വയറിൻ്റെയും 1/a സ്ക്വയറിൻ്റെയും ശരാശരി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ, അതായത് തുക ബൈ എണ്ണം. എടാ ഇതല്ലായിരുന്നോ കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ബൈ 2, ഇതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ വില ഇപ്പം കിട്ടി മക്കളെ, 2m സ്ക്വയർ മൈനസ് 1. നമ്മുടെ വില കിട്ടി 2m സ്ക്വയർ മൈനസ് 1. 2m സ്ക്വയർ മൈനസ് 1 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 2m സ്ക്വയർ മൈനസ് 1 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി, 2m സ്ക്വയർ മൈനസ് 1 ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടി ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരിക്കൽ കൂടെ ദാ എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം, എൻ്റെ കൂടെ പിടിക്കണം. നിങ്ങൾ പറ, ആദ്യം തന്നിരിക്കുന്നത് എയുടെയും 1/aയുടെയും ശരാശരിയാണ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് 1/a, അതായത് ഇതിനെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പം എം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പറ. അപ്പോൾ ഇവനെ ഈ 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകല്ലോ. അപ്പോൾ എ പ്ലസ് 1/aയുടെ മാത്രം വിലയെന്ന് പറഞ്ഞാൽ മക്കളെ 2m എന്ന് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവന്മാരുടെ ശരാശരിയാണ്. അവന്മാരുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം. അപ്പോൾ എ സ്ക്വയറിൻ്റെയും 1/a സ്ക്വയറിൻ്റെയും കൂടെ തുക ബൈ അവന്മാരുടെ എണ്ണം. ദാ ഇതിൻ്റെ വില എത്ര എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? എടാ ഇതിൻ്റെ വില എത്ര എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇത് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എയുടെയും 1/aയുടെയൊക്കെ ഒരു സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവന്മാരെ മൊത്തത്തിലൊന്ന് സ്ക്വയർ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ മക്കളെ എന്ത് വരും? പറ.
എ പ്ലസ് 1/a ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 2m എന്ന്. അപ്പോൾ നമുക്ക് ആ രണ്ട് സൈഡിനെയും ഒന്ന് സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡിനെയും മക്കളെ ഒന്ന് സ്ക്വയർ ചെയ്യാം. ശരിയാണോ? രണ്ട് സൈഡിനെ സ്ക്വയർ ചെയ്യുമ്പം ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab വരണം. 2 ഗുണം എയുടെ സ്ഥാനത്ത് എ തന്നെ, ബിയുടെ സ്ഥാനത്ത് 1/a അല്ലേ? അപ്പോൾ 2ab ആയി. പ്ലസ് ബി സ്ക്വയർ വരണം. ബിയുടെ സ്ഥാനത്ത് 1/a, അപ്പോൾ 1/aയുടെ മൊത്തം സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയി. ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4, എമ്മിൻ്റെ സ്ക്വയർ മക്കളെ എം സ്ക്വയർ. ക്ലിയർ? നമുക്കറിയാം ഈ ഒരു എയും ഈ ഒരു എയുടെ വെട്ടിക്കളയാം. പിന്നെ വരുന്നത് എ സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ, താഴെ എയുടെ സ്ക്വയർ എ സ്ക്വയർ പോവാം. ഈക്വൽ ടു 4m സ്ക്വയർ മൈനസ് 2 എന്ന് വരും. സോറി, 4m സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് ഈ പ്ലസ് 2നെ അപ്പുറത്ത് കൊണ്ടുപോകാം. പ്ലസ് 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പം എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയറിൻ്റെ മാത്രം വില മക്കളെ 4m സ്ക്വയർ മൈനസ് 2 എന്ന് വരും. നമുക്ക് ഈ രണ്ടിടത്തുനിന്നും ഒരു 2നെ പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 2m സ്ക്വയർ അല്ലേ? കാര്യം 2 ഇൻറ്റു 2 4, 4m സ്ക്വയർ എന്ന് വരും. മൈനസ് ഈ രണ്ടിനകത്ത് നിന്ന് 2 പുറത്ത് വന്ന് ഇവിടെ പിന്നെ ഒന്നേ ഉള്ളൂ. ശരി, ഇനി പറ, നമുക്ക് വേണ്ടത് എന്തുവാ? നമുക്ക് വേണ്ടത് ഇവന്മാരുടെ ശരാശരി അല്ലയോ? ഇവന്മാരുടെ വിലയല്ല. ഇവന്മാരുടെ വിലയാണെങ്കിൽ ഇതാ കിടക്കുന്നത്. എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയറിൻ്റെ വില എത്രയെന്ന് ചോദിച്ചാൽ ഇതാണ് മക്കളെ ഉത്തരം, അല്ലെങ്കിൽ ഇതാണ് മക്കളെ ഉത്തരം. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവന്മാരുടെ ശരാശരിയാണ്. അതായത് ശരാശരി എന്ന് പറഞ്ഞാൽ ഇവന്മാരെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരുമെന്ന്, അതിനിവിടെ ഗുണിച്ചിരിക്കുന്ന 2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അതായത് എ സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതായത് ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2നെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പം കിട്ടും മക്കളെ 2m സ്ക്വയർ മൈനസ് 1. അതായത് നമ്മുടെ ഉത്തരം ഇവന്മാരുടെ ശരാശരി 2m സ്ക്വയർ മൈനസ് 1 എന്നുള്ളതാകുന്നു. മനസ്സിലായോ? നല്ല ചോദ്യമല്ലേ? ഓപ്ഷൻ ബി 2m സ്ക്വയർ മൈനസ് 1 ആണ് ശരി ഉത്തരം. ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു അരി സഞ്ചിയുടെ യഥാർത്ഥ ഭാരം 50 കിലോഗ്രാം ആണ്. തിടുക്കത്തിൽ തൂക്കിയപ്പോൾ 50.5 കിലോഗ്രാം തൂക്കം വന്നു. പിശക് ശതമാനം എന്താണ്? അതായത് ഒരു വലിയൊരു പാക്കറ്റ് സഞ്ചി അരിയുണ്ട്. അതായത് 50 കിലോഗ്രാമിൻ്റെ അരിയാണ്. ആ അരി സഞ്ചിക്കാതിൽ 50 കിലോഗ്രാമാണ്. എന്നാൽ അത് തൂക്കി നോക്കിയപ്പം മക്കളെ തൂക്കിയപ്പോൾ തിടുക്കത്തിൽ തൂക്കിയപ്പം 50.5 കിലോഗ്രാം തൂക്കി അതിനകത്തിൽ. എങ്കിൽ അതിൽ വന്ന പിശകിൻ്റെ ശതമാനം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, യഥാർത്ഥത്തിൽ 50 കിലോഗ്രാം തൂക്കം വരേണ്ടിടത്ത് 50.5 കിലോഗ്രാം തൂക്കിയെങ്കിൽ ആ തൂക്കത്തിൽ വന്ന പിശകിൻ്റെ ശതമാനം എത്ര? അതിനൊന്നുമില്ല, യഥാർത്ഥത്തിൽ 50.5 വരേണ്ടതാണ്. സോറി, 50 വരേണ്ടതാണ്. 50.5 വന്നു. അപ്പോൾ പിശകായിട്ട് വന്ന അധികം എത്ര? പിശകായിട്ട് വന്നത് പിശക് എത്ര മക്കളെ? പിശക് മുകളിൽ എഴുതണം. നമുക്ക് പിശകിൻ്റെ ശതമാനം അല്ലേ കാണേണ്ടത്? പിശകിൻ്റെ ശതമാനം കാണണമെങ്കിൽ പിശക് മുകളിൽ വരണം. എന്തിൻ്റെ ശതമാനമാണോ കാണേണ്ടത് അത് മുകളിൽ വരണം. എന്തിൻ്റെ ശതമാനമാണോ കാണേണ്ടത് അത് എപ്പോഴും മുകളിൽ വരണം. പിശക് ഡിവൈഡഡ് ബൈ എപ്പോഴും ഒറിജിനൽ ആയിരിക്കണം താഴെ വരേണ്ടത്. ഒറിജിനൽ ആയിരിക്കണം താഴെ വരേണ്ടത്. ഒറിജിനലായിട്ട് കൊടുക്കേണ്ട എത്രയാണോ അതാണ് എപ്പോഴും താഴെ വരേണ്ടത്. ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് കാണേണ്ടത് മക്കളെ ഡിസ്കൗണ്ടിൻ്റെ ശതമാനമാണെങ്കിൽ ഡിസ്കൗണ്ട് മുകളിൽ വരണം, താഴെ ഒറിജിനൽ വരണം, ഇൻറ്റു 100 വരണം. നമുക്കിപ്പോൾ കാണേണ്ടത് തെറ്റ് പറ്റിയതിൻ്റെ ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ തെറ്റ് പറ്റിയത് മുകളിൽ വരണം. തെറ്റ് എത്രയാണോ അത് മുകളിൽ വരണം മക്കളെ. തെറ്റ് എത്രയാണോ അത് മുകളിൽ വരണം, താഴെ എപ്പോഴും ഒറിജിനൽ വരണം, ഇൻറ്റു 100 ചെയ്താൽ മതി. എങ്കിൽ പറ, തെറ്റ് പറ്റിയത് എത്ര? തെറ്റ് പറ്റിയത് പിശക് വന്ന എത്ര? 50 വരേണ്ടിടത്ത് 50.5 വന്നെങ്കിൽ മക്കളെ തെറ്റ് പറ്റിയത് 0.5 എന്ന് പറഞ്ഞാൽ 1/2 കിലോഗ്രാമാണ്. 50 കിലോഗ്രാം തൂക്കേണ്ടിടത്ത് 50 1/2 കിലോഗ്രാം തൂക്കി, 1/2 കിലോഗ്രാം അധികമാണ്. അപ്പോൾ തെറ്റ് പിശക് 0.5 ഡിവൈഡഡ് ബൈ ഒറിജിനൽ 50 ഇൻറ്റു 100. ശരിയാണോ? 50-നകത്ത് 50 ഒരു തവണ, 100-നകത്ത് 50 2 തവണ. 0.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 2. 0.5 എന്ന് പറഞ്ഞാൽ 1/2 എന്നാ. 1/2 2 തവണ വന്നാൽ മക്കളെ 1 അല്ലേ? അതായത് 1% പിശക്. പിശക് പറ്റിയത് മക്കളെ 1%. 1% ഇവിടെ ഉണ്ട് ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മനസ്സിലായോ? എളുപ്പമല്ലേ?
ദാ വീണ്ടും കിടിലൻ ചോദ്യത്തിലോട്ട് പോകുന്നു, അടിപൊളി ചോദ്യത്തിലോട്ട് പോകുന്നു. ഒരു പ്രിന്റർ ഒരു പുസ്തകത്തിൻ്റെ പേജുകൾ 1 ആരംഭിക്കുകയും 3189 അക്കങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എങ്കിൽ പുസ്തകത്തിന് എത്ര പേജുകളുണ്ട്? സൂപ്പർ യോറിയോ മകളെ, ഒരു പുസ്തകത്തിൽ പേജ് നമ്പർ ആരംഭിക്കുന്ന 1 തൊട്ടാ. ഇനി അതിൽ മൊത്തം അവർ നമ്പർ ചെയ്തിട്ടുണ്ട്, എത്ര വരെ നമ്പർ ചെയ്തിട്ടെന്ന് പറയുന്നില്ല. എന്നാൽ നമ്പർ ചെയ്യാൻ മൊത്തത്തിൽ 3189 അക്കങ്ങൾ ഉപയോഗിച്ചു. 3189 അക്കങ്ങൾ ഉപയോഗിച്ചു എങ്കിൽ പുസ്തകത്തിന് എത്ര പേജുകളുണ്ടെന്ന് പറഞ്ഞ മനസ്സിലായോ? എടാ, ഒരു പ്രിന്റർ ഒരു പുസ്തകത്തിന് പേജുകൾ ചെയ്യാൻ 1 ആരംഭിച്ചു, എന്നിട്ട് 1 2 3 4 അങ്ങനെ മൊത്തത്തിൽ എത്ര അക്കങ്ങൾ, എത്ര ഡിജിറ്റ്സ് വേണ്ടി വന്നെന്ന് ചോദിച്ചാൽ 3189 ഡിജിറ്റ്സ് വേണ്ടി വന്നു എങ്കിൽ എത്ര പേജുകൾ വരെയാണ് നമ്പർ ഇട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്: 1074, 64, 54, 44. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾ അറിയേണ്ടത് മക്കളെ 1 മുതൽ 9 വരെ ഒറ്റയക്ക സംഖ്യകളാണ്. നിങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട ഫാക്റ്റ് ഇതാണ്. 1 മുതൽ 9 വരെ ഒറ്റയക്ക സംഖ്യകളാണ്, സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സാണ്. അത് 9 എണ്ണം ഉണ്ട്, 9 എണ്ണം. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള ഒറ്റയക്ക സംഖ്യകളുടെ എണ്ണം 9. 10 മുതൽ 100 വരെ 10 മുതൽ 99 വരെ മക്കളെ 2 അക്ക സംഖ്യകളാണ്. 10 മുതൽ 99 വരെ 2 അക്ക സംഖ്യകളാണ്. അപ്പോൾ 10 മുതൽ 99 വരെ എത്ര 2 അക്ക സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ 90 2 അക്ക സംഖ്യയുണ്ട്. 90. 1 മുതൽ 9 വരെ ഒറ്റയക്ക സംഖ്യ മാത്രമേ ഉള്ളൂ, അത് ഒരു 9. പിന്നെ 10 മുതൽ 99 വരെ 2 അക്ക സംഖ്യകളാണ്, അത് 90 എണ്ണം ഉണ്ട്. മക്കളെ 100 മുതൽ 999 വരെ 3 അക്ക സംഖ്യകളാണ്, 3 അക്ക സംഖ്യകൾ. അത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 100 മുതൽ 999 വരെയുള്ള സംഖ്യകളുടെ എണ്ണം 100, 101, 102, 103, 104, 105 അങ്ങനെ എണ്ണി 999 വരെ 900 സംഖ്യകളുണ്ട് മക്കളെ, 900. മനസ്സിലായോ? പിന്നെ 1000 4 അക്ക സംഖ്യ. 1000 മുതൽ 9999 വരെ മക്കളെ 4 അക്ക സംഖ്യകളാണ്. 1000 മുതൽ 9999 വരെ 4 അക്ക സംഖ്യകളാണ്. അപ്പോൾ എത്ര 4 അക്ക സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 9 എഴുതുക, ബാക്കി 3 പൂജ്യം കൊടുത്താൽ മതി. ഈ കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. എത്ര ഒറ്റയക്ക സംഖ്യകളുണ്ട്? ഒരു 9. എത്ര 2 അക്ക സംഖ്യകളുണ്ട്? ഒരു 9ഉം ഒരു പൂജ്യവും എന്ന് പറഞ്ഞാൽ 90. എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ഒരു 9ഉം 2 പൂജ്യവും എന്ന് പറഞ്ഞാൽ 900. എത്ര 4 അക്ക സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 9ഉം 3 പൂജ്യവും എന്ന് പറഞ്ഞാൽ 9000. അപ്പോൾ എത്ര 5 അക്ക സംഖ്യയുണ്ട്? ഒരു 9ഉം 4 പൂജ്യവും 90000. മനസ്സിലായോ? ഒന്നുകൂടെ, എത്ര ഒറ്റയക്ക സംഖ്യകളുണ്ട് മക്കളെ? ഒറ്റയക്ക സംഖ്യകളുടെ എണ്ണം 9, 2 അക്ക സംഖ്യകളുടെ എണ്ണം 90, 3 അക്ക സംഖ്യകളുടെ എണ്ണം 900, 4 അക്ക സംഖ്യകളുടെ എണ്ണം 9000. മനസ്സിലായോ? ശരി, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഒരു പുസ്തകത്തിൽ മക്കളെ 1 ആരംഭിച്ചത്, എന്നിട്ട് 3189 ഡിജിറ്റ്സ് അക്കങ്ങൾ മൊത്തം ഉപയോഗിച്ചേ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പം എടാ ആരംഭിച്ചത് 1 തൊട്ടാണ്, 1 തൊട്ട് മക്കളെ 9 വരെ നമ്പർ ഇടുമ്പം 1 തൊട്ട് 9 വരെ നമ്പർ ഇടുമ്പം ഒറ്റയക്ക സംഖ്യകളാണ്. അപ്പോൾ 9 പേജ് തീർന്നു. 9 പേജ് തീരുകയും ചെയ്ത് എത്ര അക്കങ്ങളാണ് ഉപയോഗിച്ചത്? 9 അക്കങ്ങളാണ് ഉപയോഗിച്ചത്. 9 അക്കങ്ങൾ. ഇത് ക്ലിയർ ആണോ? 1ാമത്തെ പേജ് തൊട്ട് 9ാമത്തെ പേജ് നമ്പർ ഇടുന്നത് വരെ ഒറ്റയക്ക സംഖ്യ മാത്രം എഴുതിയാൽ മതി. 9 പേജ് തീരുകയും ചെയ്തേ. കറക്റ്റ് 9 പേജായേ. ഇനി ആലോചിക്കുക. 10ാമത്തെ പേജ് തൊട്ട് മക്കളെ 10ാമത്തെ പേജ് തൊട്ട് 99ാമത്തെ പേജ് വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10ാമത്തെ പേജ് തൊട്ട് 99ാമത്തെ പേജ് വരെ ഇനി 2 അക്കങ്ങൾ എഴുതണം. 2 അക്കങ്ങൾ എഴുതുമ്പം നമുക്കറിയാം എന്താ, 10ാമത്തെ പേജ് തൊട്ട് 99ാമത്തെ പേജ് വരെ 90 സംഖ്യകളുണ്ടേ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടയാ. 10ാമത്തെ തൊട്ട് 99 പേജ് വരെ 90 സംഖ്യകളുണ്ട്. ഇനി പറ, ഒരു സംഖ്യയിൽ 2 അക്കം വീതം ഇല്ലയോ? ഒരു സംഖ്യയിൽ 2 അക്കം വീതമാണ്. അങ്ങനെ 90 അക്കങ്ങളാകുമ്പം 90 × 2 180 അക്കം എഴുതും. 180 അക്കം. ശരിയാണോ? എടാ അപ്പം മനസ്സിലായി, 180 അക്കമായേ. 180 അക്കം. 10ാമത്തെ പേജ് തൊട്ട് 99ാമത്തെ പേജ് വരെ മക്കളെ 180 അക്കങ്ങൾ എഴുതണം. ക്ലിയർ ആണേ? 180 അക്കങ്ങൾ. 1 തൊട്ട് 9 വരെ 9 അക്കങ്ങൾ എഴുതിയാൽ മതി.
എന്നാൽ 10ാമത്തെ പേജ് തൊട്ട് 99ാമത്തെ പേജ് വരെ നമുക്കറിയാം 2 അക്ക സംഖ്യകളാണ്. അപ്പം 10 മുതൽ 99 വരെ 90 സംഖ്യകളുണ്ടല്ലോ, 90 സംഖ്യകളുണ്ട്. 90 സംഖ്യകൾ എഴുതണമെങ്കിൽ 90 × 2 180 അക്കങ്ങൾ എഴുതണം. ക്ലിയർ ആണേ? ഇനി പറ 100ാമത്തെ പേജ് തൊട്ട് മക്കളെ 999 പേജ് വരെ എഴുതാൻ. നമുക്കറിയാം 100ാമത്തെ പേജ് തൊട്ട് 999 വരെയുള്ള പേജുകൾ എണ്ണം എത്ര? 900 സംഖ്യകളുണ്ട്. 900 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 900 പേജ് വരും. ശരിയാണോ? 900 പേജ് വരത്തില്ലേ? 900 പേജ് വരും. ഇനി നമുക്കറിയാം ഇത് 3 അക്ക സംഖ്യകളാണ്. 100 മുതൽ 999 വരെ 3 അക്ക സംഖ്യകളാണ്. 100 മുതൽ 999 വരെ 3 അക്ക സംഖ്യകളാണ്. അപ്പം ഈ 3 അക്ക സംഖ്യകളുടെ എണ്ണം 900 ആണെന്നറിയാം. 900. അപ്പം എത്ര അക്കങ്ങൾ എഴുതിയെന്നറിയാൻ, എടാ ഒരു സംഖ്യയിൽ 3 അക്കങ്ങളുണ്ട്. അങ്ങനെ 900 സംഖ്യകൾ എഴുതുമ്പം 900 × 3 900 × 3 2700 എന്ന് വരും. 2700. ശരിയാണോ? ഇത്രയും മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 1 മുതൽ 9 വരെയുള്ള പേജുകൾക്ക് നമ്പർ ഇടാൻ മക്കളെ ഒറ്റ അക്ക സംഖ്യകളാണ്. അപ്പോൾ 9 അക്കങ്ങൾ മതി. എന്നാൽ 10 മുതൽ 99 വരെ 90 സംഖ്യകളുണ്ട്. അത് 2 അക്ക സംഖ്യകളാണ്. അപ്പോൾ ആ 90 പേജുകൾക്ക് നമ്പർ ഇടാൻ 90 × 2 180 അക്കങ്ങൾ വേണം. പിന്നെ 100ാമത്തെ പേജ് തൊട്ട് 999ാമത്തെ പേജ് വരെ നമ്പർ ഇടാൻ മക്കളെ 900 നമ്പർ ഇടണം. 900 നമ്പർ ഇടണം. 900 സംഖ്യകളുണ്ട്. ഒരു സംഖ്യ 3 അക്കമാണ്. ഒറ്റ സംഖ്യ 3 അക്കമാണ്. അങ്ങനെ 900 സംഖ്യകളോട് എഴുതുമ്പം 900 × 3 2700 അക്കം വേണം. അപ്പോൾ ഇതുവരെ എത്ര അക്കം വേണ്ടി വന്നെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇതുവരെ ഇവിടം വരെ 9 8 7 1 8 2 2889 അക്കങ്ങൾ ഇതുവരെ ഉപയോഗിച്ച്. ഇതുവരെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ മക്കളെ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? 3189 അക്കങ്ങളാണ് മൊത്തം ഉപയോഗിച്ചത്. 3189. അപ്പം ഇതുവരെ മക്കളെ 1ാമത്തെ പേജ് തൊട്ട് 999 പേജ് വരെ ആയില്ലയോ? 1ാമത്തെ പേജ് തൊട്ട് 9ാമത്തെ പേജ് വരെ 9 അക്കങ്ങൾ, പിന്നെ 10ാമത്തെ പേജ് തൊട്ട് 99ാമത്തെ പേജ് വരെ 150 അക്കങ്ങൾ, പിന്നെ 100ാമത്തെ പേജ് തൊട്ട് 999ാമത്തെ പേജ് വരെ 2700 അക്കങ്ങൾ. അങ്ങനെ മൊത്തത്തിൽ ഇതുവരെ 2889 അക്കങ്ങൾ എഴുതിയപ്പോഴത്തേക്കും 999 പേജുകളായില്ലേ? 1 തൊട്ട് 999 പേജുകളായി. ഇത്രയും ക്ലിയർ ആണോ? 1 തൊട്ട് 999 പേജുകളായി. ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ബാക്കി എത്ര അക്കങ്ങളൊന്നൊന്ന് കണ്ടുപിടിക്കാം മക്കളെ. മൊത്തം അവൻ 3189. മൊത്തം 3189 അക്കങ്ങളാണ് ഉപയോഗിച്ചത്. അതിൽ ഇതുവരെ 2889 അക്കങ്ങൾ തീർന്നു. അപ്പോൾ ബാക്കി ഇനി എത്ര അക്കങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാം. മൊത്തം അവൻ ഉപയോഗിച്ചത് മൊത്തം ആ പ്രിൻ്ററിനകത്തിൽ 3189 അക്കങ്ങൾ പ്രിൻ്റ് ചെയ്തെന്ന് പറയുന്നു. നമ്മൾ ഇതുവരെ 999 പേജ് വരെ 2889 അക്കങ്ങളെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ കുറയ്ക്കുമ്പോൾ 9 ൽ 9 കുറച്ചാൽ 0, 8 ൽ 8 കുറച്ചാൽ 0, 11 ൽ 8 കുറച്ചാൽ മക്കളെ 3, ഇവിടെ പിന്നെ 2 ഉള്ളൂ. 2 ൽ 2 ആയി 0. അപ്പോൾ മനസ്സിലായി. ഇനി ഒരു 300 അക്കങ്ങളുണ്ട് ഇനി. അപ്പോൾ ഈ പേജ് 999 പേജുകൾ കഴിഞ്ഞിട്ട് മക്കളെ പിന്നെ ഒരു 300 ഡിജിറ്റ്സ് 300 അക്കങ്ങൾ കൂടി ആ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 300 അക്കങ്ങൾ കൂടി. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കി. ഇനിയെന്ന് പറയുന്നത് മക്കളെ 1000 മുതലല്ലേ തുടങ്ങുന്നത്? ഇനി 1000 മുതലല്ലേ? 1000 മുതലുള്ള സംഖ്യകളുടെ പ്രത്യേകത എന്തുവാ? 1000 മുതലുള്ള സംഖ്യകളുടെ പ്രത്യേകത 4 അക്ക സംഖ്യ. 4 അക്ക സംഖ്യകളാണ്. അപ്പം 300 അക്കങ്ങൾ എഴുതി. 300 അക്കങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ 300 അക്കങ്ങൾ എത്ര സംഖ്യകളാണെന്നറിയാൻ എനിക്കറിയാം. ഇനിയുള്ള ഓരോ സംഖ്യകളും 4 അക്ക സംഖ്യകളാണ്. 4 അക്ക സംഖ്യകളാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 300നെ മക്കളെ 300നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. കാര്യം ഇനിയുള്ള എല്ലാ സംഖ്യകളും 4 അക്ക സംഖ്യകളില്ലയോ? അല്ലേ? 1000, 1001, 1002. അപ്പം എത്ര സംഖ്യകളുണ്ടെന്നറിയാൻ 300 അക്കങ്ങൾ ഇനി ഉണ്ടായിരുന്നു ബാക്കി. അതിനെ 4 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 300/4 എന്ന് പറയുമ്പോൾ മക്കളെ 75 എന്ന് വരും. 75. ഇത്രയും മനസ്സിലായോ? അപ്പം മനസ്സിലായി. ഇനി അവരൊരു 75 സംഖ്യകൾ കൂടി എഴുതിയിട്ടുണ്ട്. എടാ ഇനി ഒരു 75 സംഖ്യകൾ കൂടി എഴുതിയിട്ടുണ്ട്. എടാ 300 അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. 300 അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 75 സംഖ്യകളാണ്. 75 സംഖ്യകളാണ്. 300 അക്കങ്ങൾ എഴുതുമ്പോൾ 75 സംഖ്യകൾ എഴുതിയപ്പോഴത്തേക്കും 300 അക്കങ്ങൾ തീർന്നു. കാര്യം ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 4 അക്കമാണ്. അപ്പം രണ്ടാമത്തെ സംഖ്യ എഴുതുമ്പോൾ 4 4 8, മൂന്നാമത്തെ സംഖ്യ എഴുതുമ്പോൾ 4 4 4 12, 4 സംഖ്യ എഴുതുമ്പം 4 4 4 4 16 അക്കങ്ങൾ തീരും. അപ്പം 300 അക്കങ്ങൾ തീരാൻ എത്ര സംഖ്യ വേണമെന്നറിയാൻ 300നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 75. മനസ്സിലായോ? എങ്കിൽ പറ മക്കളെ, 999 പേജ് വരെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 75 പേജുകൾ കൂടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ 999 പേജുകൾ കഴിഞ്ഞിട്ട്
കുറച്ച് പേര് 1000-നോടൊക്കെ കൂട്ടും. ഇല്ല, 999 പേജ് വരെയാണ് നമ്മൾ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 300 അക്കങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ 75 പേജുകൾ കൂടെ നമ്പർ ഇട്ട്. അപ്പോൾ 999 കഴിഞ്ഞിട്ട് ഒരു 75 പേജുകൾ കൂടിയ നമ്പർ ഇട്ടത്. 999-നോട് 75 കൂട്ടിൽ 1074 എന്ന് വരും. എങ്കിൽ അവിടെ ആ പ്രിൻ്റർ എത്ര പേജുകൾക്ക് നമ്പർ ഇട്ടു എന്ന് ചോദിച്ചാൽ മക്കളെ 1074 പേജുകൾക്ക്. മനസ്സിലായോ? 1074 പേജുകൾക്കാണ് ആ പ്രിൻ്റർ നമ്പർ ഇട്ടത്. ഓപ്ഷൻ ഉണ്ട്, ഉണ്ട്. ഓപ്ഷൻ എ 1074 ശരി ഉത്തരം. മനസ്സിലായോ? സൂപ്പർ ചോദ്യമായിരുന്നു, നമ്മുടെ കിളിവാർന്ന ചോദ്യമായിരുന്നു അല്ലേ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ഓക്കെ ആണോ? അപ്പോൾ 999 വരെയുള്ള എത്ര അക്കങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച്, പിന്നെ എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കിയപ്പോൾ 300 അക്കങ്ങളുണ്ട്. 300 അക്കങ്ങൾ എത്ര സംഖ്യകളുടെ ആണെന്ന് കണ്ടുപിടിച്ചപ്പോൾ 75 സംഖ്യകളുടെ ആണെന്ന് മനസ്സിലായി. അപ്പോൾ 999-നോട് 75 കൂട്ടിയാൽ മതി. 1074 സംഖ്യകളാണ് മൊത്തം 1074 പേജിന് നമ്പർ ഇട്ടു. ക്ലിയർ? ഓക്കെ ആണെന്ന് കരുതട്ടെ. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകട്ടെ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. 2/1001 പ്ലസ് 2/999 ബൈ 2/1000 മൈനസ് 2/998 ഈക്വൽ ടു ഡാഷ്. ഇതിൻ്റെ മൂല്യം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ട് 1, 3, 5. ഇവയൊന്നുമല്ല. ചോദ്യം ഞാനൊന്ന് മാറ്റി എഴുതി കാണിക്കാം. 2/1001 പ്ലസ് 2/999 അല്ലേ, ഡിവൈഡഡ് ബൈ 2/1000 മൈനസ് 2/998. ഇതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. കൃത്യംഗങ്ങളുടെ സങ്കലനവും വ്യവകലനവുമാണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ മക്കളെ സങ്കലനം, താഴെ വ്യവകലനം, അതായത് അഡീഷനും സബ്ട്രാക്ഷനും. നമുക്കറിയാം, പ്രത്യേകിച്ച് കൃത്യംഗങ്ങൾ കൂട്ടുമ്പോഴോ കൃത്യംഗങ്ങൾ കുറയ്ക്കുമ്പോഴോ നിയമങ്ങളൊന്നും അനുശാസിക്കുന്നില്ല. നിയമങ്ങളൊന്നുമില്ല. പിന്നെ മക്കളെ ഇത് എങ്ങനെ കൂട്ടുമെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് പുറത്തെടുക്കണം. ഇതിനെ പൊതുവായിട്ട് പുറത്തെടുക്കണം എന്ന് പറഞ്ഞാൽ 2/1001 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2നെ 1001 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നതാണ്. 2 ഗുണം 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 അങ്ങനെ 1001 തവണ. 2/999 എന്ന് പറഞ്ഞാൽ 2നെ 999 തവണ എഴുതി ഗുണിച്ചിരുന്ന 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ പറ മക്കളെ, ഇവിടുന്ന് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് എത്ര തവണ 2നെ പുറത്തെടുക്കാം? രണ്ടിടത്തും പൊതുവായിട്ട് എത്ര തവണയുണ്ട് പരമാവധി? ഇവിടെ 999 തവണയുണ്ട്, ഇവിടെയുണ്ട് മക്കളെ 999 തവണ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2/999 രണ്ടിടത്തുനിന്നും പുറത്തെടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പം ഇവിടുന്ന് 999 തവണയും 2 പുറത്ത് വന്നെങ്കിൽ ഇവിടെ പിന്നെ ബാക്കി എത്ര 2 ബാക്കിയുണ്ട്? ഇവിടെ പിന്നെ 1000, 1001 എന്ന് പറഞ്ഞാൽ 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ 2 തവണ ബാക്കിയുണ്ട്, 2ൻ്റെ സ്ക്വയർ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്, ഇതൂടെ ഗുണിക്കുമ്പം തിരിച്ച് ഇത് കിട്ടണം. അപ്പോൾ a/m ഇൻറ്റു a/n അല്ലേ, a/m ഇൻറ്റു a/n. അപ്പോൾ a/m പ്ലസ് n, 999 പ്ലസ് 2 1001 വരണം. ഓക്കെ, പ്ലസ് കൊടുത്ത് ഇവിടെ പിന്നെ മക്കളെ ഇവൻ മൊത്തം ഇങ്ങ് പുറത്ത് വന്നെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആരുണ്ട് ബാക്കി? ഒരു 1 ഉണ്ട് ബാക്കി. ഓക്കെ, താഴെ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെയും ഒരേപോലെ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് 2/998 പുറത്തെടുത്തൂടെ? 8. ശരി, ബാക്കി മക്കളെ ഇവിടെ ബാക്കി 2/2 ബാക്കിയുണ്ട്. 998 പുറത്ത് പോയാൽ ബാക്കി അവിടെ 2 ഉണ്ട്. അപ്പോൾ 2/2 ബാക്കി മൈനസ് ഇവിടെ ബാക്കി മക്കളെ 1 ഉണ്ട്, 1 ബാക്കി. ഓക്കെ, ശരിയാണോ? അപ്പോൾ വീണ്ടും 2/999 ഇൻറ്റു നമുക്കറിയാം 2ൻ്റെ സ്ക്വയർ എത്ര? 4. 2ൻ്റെ സ്ക്വയർ 4. 2ൻ്റെ സ്ക്വയർ 4. 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ഇങ്ങനെ വരും, 5 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2/998 എന്ന് വരും. 998 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മക്കളെ 3 എന്ന് വരും. 2ൻ്റെ സ്ക്വയർ 4. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ താഴെ 3 എന്ന് വരും. ഇത്രയും ക്ലിയർ ആണോ? 2/998 ഇൻറ്റു 3 എന്ന് താഴെ വരും. ഇനി നമുക്കറിയാം, എടാ ഇവന്മാർ ഏത് രൂപത്തിലാണ്? പറ, ഇവന്മാർ ഏത് രൂപത്തിലാണ്?
എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ. നമുക്കറിയാം എ റൈസ് ടു എം മൈനസ് എൻ എന്ന് എഴുതണം. അപ്പോൾ 2/999 ബൈ 2/998 എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് എഴുതുമ്പം എ റൈസ് ടു എം മൈനസ് എൻ 999 മൈനസ് 998 എന്ന് പറഞ്ഞാൽ 2/1 എന്ന് വരും. അത് 2 തന്നെ. 999 998 കുറച്ചാൽ 1 അപ്പോൾ 2/1 എന്ന് വരും. 2/1 അത് 2 തന്നെയാണ് മക്കളെ. അപ്പോൾ ഇൻറ്റു, അപ്പോൾ ഇത്രയും കൂടെ മാറിയിട്ട് അവിടെ 2 എന്ന് വന്നു. ഇൻറ്റു ഒരു 5 ഉണ്ട്, താഴെ ഒരു 3 ഉണ്ട്. 3 വെട്ടാനൊന്നും പറ്റത്തില്ല, വേറെ മാർഗ്ഗമില്ല. 2നെ മുകളിൽ കയറ്റി ഗുണിക്കുമ്പോൾ 5 2 10 10/3 എന്ന് വരും. അതായത് ഇനി ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഉത്തരം 10/3 ആണ്. 10/3 ഓപ്ഷനിലുണ്ടോ? ഇല്ല. 10/3 ഓപ്ഷൻ ഇല്ല. അതിന് പകരം അവർ പറഞ്ഞിരിക്കുന്നത് ഇവയൊന്നുമല്ല എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവയൊന്നുമല്ല എങ്കിൽ ഉത്തരം 10/3 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 10/3 മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ഞാൻ അടുത്തൊരു കിടിലൻ ചോദ്യത്തിലോട്ട് പോട്ടെ മക്കളെ. അടുത്ത ഒരു അടിപൊളി ചോദ്യം ഇങ്ങനെയാണ്. വിൽക്കുന്ന വില ഇരട്ടിയായാൽ ലാഭം 3 ഇരട്ടിയാകും. അപ്പോൾ ലാഭത്തിൻ്റെ ശതമാനം എത്ര? അടിപൊളി ചോദ്യം. വിൽക്കുന്ന വില ഇരട്ടിയായാൽ ലാഭം 3 ഇരട്ടിയാകും. അപ്പോൾ ലാഭത്തിൻ്റെ ശതമാനം എത്ര? വിൽക്കുന്ന വില ഇരട്ടിയായാൽ ലാഭം 3 ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. വിൽക്കുന്ന വില ഇരട്ടിയായാൽ ലാഭം 3 ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ ലാഭത്തിൻ്റെ ശതമാനം എത്ര? ശരിക്കും ഇത് ചെയ്യുന്ന രീതി തന്നെ നമ്മൾ ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി തരുന്നു. മക്കളെ, ഒരു സാധനത്തിൻ്റെ വാങ്ങുന്ന വിലയെ നമ്മളെപ്പോഴും വിളിക്കുന്ന പേരെന്താ? വാങ്ങിയ വില. ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വിലയെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന എന്താ? 100% എന്നല്ലേ, അല്ലെങ്കിൽ 100 എന്ന. ഇത് ഓർമ്മയുണ്ടോ? ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഇത് ഓർമ്മയുണ്ടോ? ഒരു വസ്തുവിൻ്റെ വാങ്ങുന്ന വിലയെ നമ്മളെപ്പോഴും വിളിക്കുന്ന പേര് 100 100% എന്ന. ശരി, വിൽക്കുന്ന വില എന്ന് പറയുമ്പം എന്ത് വരും? വിറ്റ വില. വിറ്റ വില എന്ന് പറയുമ്പം ഒരു വസ്തുവിൻ്റെ വിറ്റ വിലയെ നമുക്ക് എങ്ങനെ എടുക്കാം? അപ്പം വാങ്ങുന്ന വില 100, വിറ്റ വില എന്ന് പറഞ്ഞാൽ ലാഭം 3 ഇരട്ടിയാന്നൊക്കെ പറയുന്നത്. എടാ, ലാഭം കിട്ടുന്നുണ്ടല്ലോ, എന്തായാലും ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ 100 കിട്ടണം മക്കളെ, പ്ലസ് ലാഭവും കിട്ടണം. അപ്പോൾ ഇതിനല്ലേ വിൽക്കുന്നത്? ഒന്നാലോചിച്ച് നോക്ക്. എടാ, വാങ്ങുന്ന വിലയെ നമ്മളെപ്പോഴും 100 എന്നാണ് വിളിക്കുന്നത്. വാങ്ങുന്ന വിലയെ നമ്മളെപ്പോഴും 100 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണോ? വാങ്ങുന്ന വിലയെ നമ്മളെപ്പോഴും 100 എന്നാണ് വിളിക്കുന്നത്. ഇനി വിൽക്കുമ്പോൾ ലാഭം കിട്ടണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ വാങ്ങിയ വില എന്തായാലും തിരിച്ചു കിട്ടണം. എന്നിട്ട് അധികം കിട്ടണം. എന്നിട്ട് അധികം കിട്ടുന്നതിനെ വിളിക്കുന്ന പേരല്ലേ മക്കളെ ലാഭം ആണ്. അപ്പം നമ്മൾ വാങ്ങിയ വില 100 തിരിച്ച് കിട്ടണം, അധികം ലാഭവും കിട്ടണം. അപ്പം ആ വിലയ്ക്കാണ് വിറ്റത്. വിറ്റ വിലയും കിട്ടി. അപ്പോൾ വാങ്ങിയ വില ഞാൻ 100 എന്ന് വിളിച്ച്, വിറ്റ വിലയെ 100 പ്ലസ് ലാഭം എന്ന് വിളിച്ച്. തെറ്റുണ്ടോ? വാങ്ങുന്ന വില 100, വിറ്റ വില 100. ലാഭം കിട്ടണമെങ്കിൽ 100 കിട്ടണം, അധികം ലാഭവും കിട്ടണം. ഇത് സെറ്റാണോ? ഇത് ഓക്കെ ആണോ? ശരി, ഇനി നമുക്ക് തുടങ്ങാം. വിൽക്കുന്ന വില ഇരട്ടിയായാൽ എന്നാണ് പറയുന്നത് മക്കളെ. വിൽക്കുന്ന വില, അപ്പോൾ ഇതാണ് വിറ്റ വില അല്ലേ? വിൽക്കുന്ന വില ഇരട്ടിയാക്കുന്നു. അപ്പം ഞാൻ വിൽക്കുന്ന വില ഇരട്ടിയാക്കുവാണേ. വിൽക്കുന്ന വില എത്ര മക്കളെ? 100 പ്ലസ് ലാഭത്തിനല്ലേ വിറ്റത്? 100 പ്ലസ് ലാഭത്തിനല്ലേ വിറ്റത്? 100 പ്ലസ് ലാഭത്തിനാണ് വിറ്റത്. വിൽക്കുന്ന വില ഇരട്ടിയാക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കളെ ഇതിൻ്റെ ഇരട്ടി. കണ്ടോ? എടാ, വിൽക്കുന്ന വില ഇരട്ടിയാക്കുന്നു, വിറ്റ വില ഇതല്ലയോ? ഇതിൻ്റെ ഇരട്ടിയാക്കിയാൽ എന്ത് കിട്ടുന്നെന്നാണ് പറയുന്നത് മക്കളെ? വിൽക്കുന്ന വില ഇരട്ടിയാക്കിയാൽ ലാഭം 3 ഇരട്ടിയാകുന്നു. എടാ, ലാഭം 3 ഇരട്ടിയാകുന്നു. അപ്പം ഈ വിലയ്ക്ക് വിറ്റാൽ മക്കളെ, ഈ വിലയ്ക്ക് വിറ്റാൽ ലാഭം 3 ഇരട്ടിയാകും. ലാഭം 3 ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലാഭം 3 ഇരട്ടിയാണെങ്കിൽ നമ്മുടെ വാങ്ങിയ വിലയായ 100 കിട്ടണം, പിന്നെ 100 കിട്ടണം, പ്ലസ് ലാഭത്തിൻ്റെ 3 ഇരട്ടി കിട്ടണം, 3 ലാഭവും കിട്ടണം. ശരിയാണോ? ലാഭം 3 ഇരട്ടിയാവുന്നില്ലേ പറയുന്നത്? അതായത് 3 ഇൻറ്റു ലാഭം കിട്ടുമെന്ന. ശരിയാണോ? ഈ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ വിലയ്ക്ക് വിറ്റാൽ, അതായത് വിറ്റ വില ഇരട്ടിയാക്കുന്നു. നമ്മൾ നേരത്തെ വിറ്റ വില അവിടെ എഴുതി വെച്ചിരിക്കുക 100 പ്ലസ് ലാഭം. ആ വിറ്റ വില ഇരട്ടിയാക്കുന്നു. അപ്പം 100 പ്ലസ് ലാഭം അതിൻ്റെ ഇരട്ടി. അങ്ങനെ വിറ്റാൽ, ഈ വിലയ്ക്ക് വിറ്റാൽ
ലാഭം എന്ന് പറയുന്നത് 3 ഇരട്ടി ആവണമെന്ന്. ലാഭം 3 ഇരട്ടി ആവണമെങ്കിൽ മക്കളെ നമ്മൾ വാങ്ങിയ വിലയും കിട്ടി, പിന്നെ അധികവും കിട്ടും. ലാഭം 3 ഇരട്ടി ആവുന്നു. ഈ പറഞ്ഞത് മനസ്സിലായോ? ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ പറ്റിയാൽ ദാ സിമ്പിളാ, കാര്യങ്ങൾ സിമ്പിളാ. ഒന്നുകൂടെ പറയാം. ചോദ്യം ഇങ്ങനെ, വിറ്റ വില ഇരട്ടിയാക്കിയാൽ, വിറ്റ വില നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ? 100 കിട്ടുന്നു, അധികം ലാഭവും കിട്ടുന്നു. ഇതിനാണ് വിറ്റത്. അപ്പോൾ ഈ വിറ്റ വില ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതാണ് വിറ്റ വിലയുടെ ഇരട്ടി. വിറ്റ വില ഇരട്ടിയാക്കുമ്പം മക്കളെ ലാഭം 3 ഇരട്ടിയാവുന്നു. ലാഭം 3 ഇരട്ടി. ലാഭം 3 ഇരട്ടി കിട്ടുക എന്ന് പറയുമ്പം നമ്മുടെ വാങ്ങിയ വിലയായ 100 കിട്ടണം, പിന്നെ ലാഭത്തിൻ്റെ 3 ഇരട്ടിയും കിട്ടണം. ലാഭത്തിൻ്റെ 3 ഇരട്ടിയും കിട്ടുന്ന, ലാഭം മാത്രം 3 ഇരട്ടിയാവുന്നത്. ലാഭം 3 ഇരട്ടിയാവുന്ന പറയുന്നത്. അപ്പം ദാ ഈ വിലയ്ക്ക് വിറ്റപ്പം മക്കളെ ലാഭം വിറ്റ വില ഇരട്ടിയാക്കി. കണ്ടോ, വിറ്റ വില ഇരട്ടിയാക്കിയപ്പം അതിൽ നമ്മുടെ വാങ്ങിയ വിലയും കിട്ടി, നമ്മുടെ വാങ്ങിയ വില 100 തിരിച്ചും കിട്ടി, ലാഭത്തിൻ്റെ 3 ഇരട്ടിയും കിട്ടി. എടാ, വാങ്ങിയ വില എന്തായാലും തിരിച്ചും കിട്ടും, ലാഭത്തിൻ്റെ 3 ഇരട്ടിയും കിട്ടും. ഇത് തുല്യമാണ്, ശരിയല്ലേ? വിറ്റ വില ഇരട്ടിച്ച്, വിറ്റ വില മക്കളെ വിറ്റ വില ഇരട്ടിച്ചപ്പം നമുക്ക് കിട്ടിയെന്തുവാ? നമുക്ക് ലാഭം 3 ഇരട്ടി കിട്ടി. ലാഭം 3 ഇരട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയും കിട്ടി, ലാഭത്തിൻ്റെ 3 ഇരട്ടിയും കിട്ടിയെന്നാ. സെറ്റല്ലയോ? എങ്കിൽ ഇതാ നമുക്ക് തുടർന്ന് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ മക്കളെ 2 × 100 200 അകത്തോട്ട് ഗുണിക്കുമ്പോൾ പ്ലസ് 2 × ലാഭം 2 ലാഭം ഈക്വൽ ടു 100 പ്ലസ് 3 × ലാഭം എന്ന് പറഞ്ഞാൽ 3 ലാഭം. ശരിയാണോ? ലാഭത്തിന് ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ അതാ 200 ഇവിടെ ഉണ്ട്, അവൻ ഇവിടെ എഴുതി. പ്ലസ് 100 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 100 എഴുതി. ഈക്വൽ ടു അവിടെ 3 ലാഭമുണ്ട്, പ്ലസ് 2 ലാഭം അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2 ലാഭം വരും. 200 100 കുറച്ചാൽ മക്കളെ 100. 3 ലാഭത്തിൽ നിന്ന് 2 ലാഭം കുറച്ചാൽ മക്കളെ 1 ലാഭം. മക്കളെ ലാഭം 100 കിട്ടും. ലാഭം 100 കിട്ടും. എടാ, ലാഭം 100. ലാഭം 100 എങ്കിൽ നമ്മുടെ ചോദ്യം എന്തുവാ? ലാഭത്തിൻ്റെ ശതമാനം എത്രയാണ്? ലാഭത്തിൻ്റെ ശതമാനം എത്രയാണ് വേണ്ടേ? ലാഭത്തിൻ്റെ ശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലാഭത്തിൻ്റെ ശതമാനം കാണാൻ ലാഭം, അതായത് പ്രോഫിറ്റ് മുകളിൽ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് താഴെ, ഇൻറ്റു 100. ശരിയാണോ? ലാഭത്തിൻ്റെ ശതമാനം കാണുന്നത് എങ്ങനെയാണ്? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പം മനസ്സിലായി മക്കളെ, ഇവിടുന്ന് കിട്ടുന്ന ലാഭം 100 ആണ്. ഇവിടുന്ന് കിട്ടുന്ന ലാഭം 100 ആണ്. ബൈ വാങ്ങിയ വില എത്ര ആയിരുന്നു? വാങ്ങിയ വില എത്ര ആയിരുന്നു? അതും 100 ആയിരുന്നു. അതും 100 ആയിരുന്നു. ഇൻറ്റു മക്കളെ ശതമാനമൊക്കെ 100 കൊണ്ട് ഗുണിക്കണം. കണ്ണും അടച്ച് 100ഉം 100ഉം വെട്ടിക്കളയാം. നമ്മുടെ ഉത്തരം 100% ലാഭം. നമ്മുടെ ഉത്തരം 100%മാണ് ലാഭം. നമ്മുടെ ഉത്തരം 100%മാണ് ലാഭം. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മനസ്സിലായോ? സൂപ്പർ ചോദ്യമല്ലായിരുന്നു? നല്ല ചോദ്യമായിരുന്നു, കിടിലൻ ചോദ്യമായിരുന്നു. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് വന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ വീണ്ടും കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ കിടിലൻ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ സീരീസ് നമ്മൾ തുടർന്ന് പോകും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകൾ കൂടിയേ മതിയാകൂ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. വിശാഖ് പാവുമ്പ.